സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതെ SIR പൂർത്തിയാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ റിപ്പോർട്ടറിനോട്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് പരാതികൾ പരിഗണിക്കും. പ്രവാസികൾക്ക് പ്രത്യേകമായി കോൾ സെന്റർ തുടങ്ങും. അർഹരായ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പുരോഗമിക്കുകയാണ്. നമുക്കൊപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ചേരുന്നു. എങ്ങനെയാണ്, പ്രതീക്ഷ പോലെ തന്നെയാണോ, അതിവേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ഏകദേശം 1,06,00,000 എൻമറേഷൻ ഫോം 2 മണി വരെ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ ഒരു തീരുമാനം അടിസ്ഥാനത്തിലും പിന്നെ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ 25-നുള്ളിൽ ഫോം വിതരണം കൃത്യമായിട്ട് മാപ്പിംഗ് ചെയ്തിട്ട് ഫോം തിരിച്ച് വാങ്ങാൻ കൂടി നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. നമ്മുടെ ടാർഗറ്റ് അനുസരിച്ചിട്ട് തന്നെ മൊത്തം വിതരണം ഒരു 4-5 ദിവസത്തിനകം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ബാക്കി ഫോം പൂരിപ്പിച്ച് തിരിച്ച് വാങ്ങുന്നത് ഡിസംബർ 4 വരെ സമയമുണ്ടെങ്കിലും നമ്മുടെ ഇൻ്റർണലായിട്ട് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് നവംബർ 25-നാണ്. സോ അത് ബാക്കി സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ആൾക്കാർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ആൾ തിരിച്ച് ഫോം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് കാര്യത്ത് അവർ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ SIRയുടെ മാൻഡേറ്റ് അനുസരിച്ചിട്ട് എല്ലാ എലിജിബിലിറ്റി വോട്ടേഴ്സിന് നമ്മൾ ലിസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ്. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിംഗ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ ആഴ്ച നടത്തുന്നുണ്ട്. അവരുടെ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരിക്കലും നമ്മുടെ ലോക്കൽ ബോഡി പോൾസിന് ബാധിക്കാത്ത വിധത്തിൽ SIR മുമ്പോട്ട് പോകും. SIR മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരിക്കലും ആർക്കും ഒരു പ്രയാസം വരാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ മൊത്തം കാര്യങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം നവംബർ 25-ാം തീയതി വെക്കാൻ തന്നെ ഉള്ളത്. അതിനിടയ്ക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രാഫ്റ്റ് റൂളിയുടെ മുൻപ് തന്നെ മൊത്തം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ഡ്രാഫ്റ്റിൽ തന്നെ 100% പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പരാതി വരുവാണെങ്കിൽ അതിനുള്ള ഒരു റൂൾസ് റെഗുലേഷൻസ് ഉണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെയുള്ള ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കാം. പ്രവാസികളുടെ ഇമെയിൽസ് വരുന്നുണ്ട്, അവരുടെ കോൾസ് നമ്മുടെ കോൾ സെൻറ്ററിൽ വരുന്നുണ്ട്, അത് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് സാധാരണമുള്ള ഈ ഫോം ഫില്ലിംഗ് എങ്ങനെയാണ്, നമുക്ക് 2002 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉള്ള ചോദ്യങ്ങളാണ്. അതിൽ കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കുന്നുണ്ട്. ഇമെയിലാണ് കൂടുതൽ വരുന്നത്. ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ജനങ്ങൾ സ്വീകരിച്ചു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നത്. വളരെ വേഗത്തിൽ തന്നെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച അതേ സമയത്ത് തന്നെ കരട് വോട്ടർ പട്ടിക പുറത്തിറക്കാൻ കഴിയുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.